അസ്സലാമു അലൈക്കും. അബ്ദുൽ വാസോടാണ്. സഹോദരന്മാരെ, നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് ഈ വീഡിയോ ഉണ്ടാക്കാൻ ഇഷ്ടമായിട്ട് ഉണ്ടാക്കുന്നതല്ല, പക്ഷേ പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം നമ്മൾ അങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞു വരുന്നത്. വെച്ചെങ്കിൽ നമ്മളെ കേരളത്തിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കപ്പെടുന്ന പിന്നെ എ.പി. അബൂബക്കർ മുസ്ലിയാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ എനിക്കൊരു 3-4 ദിവസം മുമ്പേ കാണാനിടയായി. അപ്പോൾ അത് ആ വീഡിയോ ഞാൻ ഇത് ചേർക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് പബ്ലിസിറ്റി ചെയ്യുന്നതിൻ്റെ കാരണം വെച്ചെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ചിട്ട് ഒത്തിരി സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമായിട്ടൊന്നുമല്ല. കാരണം 3-4 ദിവസം ഞാനിത് മൂടി വെച്ചതെന്ന് വെച്ചാൽ എന്തിപ്പോൾ ഇതെങ്ങനെയപ്പോൾ ഇത് നമ്മൾ പബ്ലിസിറ്റി ചെയ്യേണ്ടത്? ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് ഭയങ്കര വിഷമമാവുന്നു. അതുമാത്രമല്ല, നമ്മളൊക്കെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ആലിമീനും കൂടിയാണ് ഇങ്ങനെയൊക്കെ പരിഹസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ച്. പക്ഷേ എനിക്കത് എൻ്റെ മനസ്സ് ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി ഞാൻ സംസാരിക്കുന്നു. ആ സംസാരം നിങ്ങൾ കേൾക്കണം. ഈ വീഡിയോ മൊത്തം നിങ്ങൾ കാണുകയും ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. തെറി പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഞാൻ ഇതല്ല ഈ പണ്ഡിതനെ പരിഹസിക്കാനോ അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും എനിക്ക് വ്യൂസ് കൂട്ടാനോ എനിക്ക് ഇതുകൊണ്ട് സാമ്പത്തികമായിട്ട് എനിക്ക് ജീവിക്കാനോ ഒന്നുമല്ല. ഞാൻ പണിയെടുത്ത് വേറെ തൊഴിലെടുത്ത് ജീവിക്കുന്നതാണ്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാവും. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഏതായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. കണ്ടില്ലേ സഹോദരന്മാരെ, അള്ളാൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് ഇന്നത്തെ സാഹചര്യം അങ്ങനത്തെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ അവഹേളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അനാവശ്യം പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാൻ്റെ റസൂൽ നമുക്ക് മുന്നേ കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നാവടക്കുന്നതാണ് നമുക്കിന്ന് വന്ന വലിയ പരാജയം. അതെന്ത് കാരണം അറിയും? ഈ അള്ളാൻ്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരാളുകൾ എന്തെങ്കിലും ചെയ്താലും അവനോട് പബ്ലിസിറ്റി ചെയ്യരുത്. ഓനെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് അവരോട് സംഭവം പറയാം. അതല്ലെങ്കിൽ ആ നാടുമായിട്ട് ബന്ധപ്പെട്ട ആളോട് പറയാം. അല്ലെങ്കിൽ അവിടുത്തെ നിയമ നീതി വ്യവസ്ഥയോട് കൂടി അവരോട് പറയാം. ഇത് ഘട്ടം ഘട്ടമായിട്ട് അത് മനസ്സിലാക്കുന്നതിന് രൂപം ആ രൂപത്തിലേക്കിട്ട് അതിനെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു മാതൃക. അത് ഇസ്ലാം കാണിച്ച മാതൃക. അങ്ങനെ അല്ല ഓൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാനല്ല. അപ്പോൾ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരുപാട് നമ്മൾ പണ്ഡിത നേതൃത്വങ്ങളും ഒരുപാട് മതത്തിൻ്റെ സ്ഥാപനങ്ങളും ഒരുപാട് ഇങ്ങനെ ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങനെ പണ്ഡിത നേതൃത്വത്തിൻ്റെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെയുള്ള നാട് കൂടിയാണ് നമ്മളെ നാട്. അങ്ങനത്തെ ഒരു നാട്ടിൽ നമുക്ക് ഇങ്ങനത്തെയൊക്കെ കാണേണ്ടി വരുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ 2 വാക്ക് എനിക്ക് പറയണം തോന്നി. കാരണം എന്താ വെച്ചെങ്കിൽ അള്ളാൻ്റെ പ്രവാചകൻ നമ്മളെ കരളിൻ്റെ കഷ്ടമാണ്. അള്ളാൻ്റെ പത്നി റസൂലിൻ്റെ പത്നിമാരിലൊക്കെ നമ്മളെ ഉമ്മമാരാന്നൊക്കെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അള്ളാഹു തആല തന്നെ നമ്മളെ ജീവിതവും പിന്നെ മരണവും മരണത്തിന് ശേഷമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹിനെ കാണുന്നത്. അപ്പോൾ ഇവരെല്ലാം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈമാൻ്റെ ഭാഗമാണ്. ആ ഭാഗമാണ് ഈ പണ്ഡിത നേതൃത്വത്തിനൊക്കെ വാർത്തെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ പണ്ഡിത നേതൃത്വത്തിന് ഒരുപാട് നേതൃത്വങ്ങളും ആളുകളും സംഘടനകളൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പ്രവാചകനെ പിന്നെ പെണ്ണുപിടിയനെന്നും പിന്നെ കൊള്ളക്കാരനെന്നും 6-ാം നൂറ്റാണ്ടിലത്തെ പിന്നെ കൊള്ളക്കാരനെന്നും അക്രമകാരിയൊന്നും വാളുകൊണ്ടുണ്ടാക്കിയ മതക്കാരനെന്നും അതുപോലെ തന്നെ പ്രവാചകൻ്റെ പത്നിമാരെ വ്യഭിചാരികളാക്കിക്കൊണ്ട് അവതരിപ്പിക്കുകയും പല രൂപത്തിൻ്റെ അപരാധങ്ങൾ ആരോപിക്കുകയും നമ്മളെ ജീവിതതുല്യമായി നമ്മൾ സ്നേഹിക്കുന്ന പരിശുദ്ധ ഖുർആനെ പോലും പൊട്ടന്മാരുണ്ടാക്കിയെന്നും അത് മുഹമ്മദ് ഉണ്ടാക്കിയതെന്നും മുഹമ്മദിന് തന്നെ അത് നേരെ അറിയില്ലെന്നും അതുപോലെ തന്നെ അള്ളാഹ്ക്ക് അറബി അറിയില്ലെന്നും അള്ളാഹ്ക്ക് ഖുർആൻ അറിയില്ലെന്നും അള്ളാഹ്ക്ക് ഭാഗം അറിയില്ലും അള്ളാഹു തആല പൊട്ടനെന്നും ബഗിടനെന്നും ഒക്കെ വിളിച്ച് പറയുന്ന സമയത്തിയിട്ട് പോലും എൻ്റെ കേൾക്കുന്ന സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവർ ഏത് ഈമാനം കൊണ്ടാണ് നിൽക്കുന്നുള്ളത്? ഈ പണ്ഡിത നേതൃത്വം നമുക്ക് നീതിപരമായ രൂപത്തിന് മുന്നേ പറഞ്ഞ പോലെ പറയേണ്ട ആളോട് വിളിച്ചിട്ട് പറയാം, വ്യക്തികളോട്. അതല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ കൂടിയിട്ട് പറയാം. ഒരാൾക്ക് സ്വാതന്ത്ര്യം എന്നുണ്ടെങ്കിൽ എല്ലാം സ്വാതന്ത്ര്യമില്ലല്ലോ. നമ്മൾ മറ്റവരെ ചെയ്യാത്തത് മറ്റവർ നമ്മൾ ചെയ്യുമ്പോൾ അത് ആരായും തിരക്കുള്ള മതമല്ലാതെ പ്രശ്നം. ഒരാൾ ചെയ്യാൻ അങ്ങനെ എന്ത് ചെയ്യാന്നുള്ള ഒരു ഇതില്ലേ? അതല്ലാത്തത് ചെയ്യുമ്പോൾ നമ്മൾ പ്രതിഷേധിക്കണം. ഇന്ന് ഞാൻ ഈ മുന്നേ പറഞ്ഞ പോലെ ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നബി പറഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തത് കൊണ്ടും പ്രതിഷേധിക്കാത്തത് കൊണ്ടല്ലേ
ഞങ്ങളിതാ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പുതു നേതാക്കന്മാരുണ്ടല്ലോ, പണ്ടിക നേതൃത്വം. അവർക്ക് ഇങ്ങനത്തെ ഈ അവഹേളന വരുന്നത് സഹോദരന്മാർ. അതിപ്പോൾ AP ഉസ്താദ് പറയുന്നതല്ല. നാളെ ഇത് ഈ കേക്കും വരും, നാളെ ഇത് മുജാഹിദ് എന്ന് പറയുന്നവൻ്റെ പ്രസ്ഥാനത്തുകാരനും വരും, ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്നവനും വരും, തബ്ലീഗുകാരനെന്ന് പറയുന്നവനും വരും. എല്ലാ ആൾക്കും ഇത് വരും. എന്തുകൊണ്ട് ഇവർ മിണ്ടുന്നില്ല? ഈ കേരളത്തിൽ ഇന്ന് സംബന്ധിച്ചിടത്തോളം ഇവർ ഇന്ന് അള്ളാഹുവിനും അള്ളാഹിൻ്റെ റസൂലിനെയൊക്കെ മാറ്റി വെച്ചിട്ട്, അള്ളാഹിൻ്റെ സ്ഥാനത്ത് വേറെ ആളെ മരിച്ചിട്ട് പോയ ആരോ ഏൽപ്പിച്ചിട്ട്, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ എല്ലാ കഴിവുണ്ടെന്ന് മനുഷ്യനിലേക്ക് ആവാഹിച്ചിട്ട്, അതുപോലെ തന്നെ കഅബത്തിൻ്റെ സ്ഥാനം വേറെ, പ്രവാചകൻ്റെ പകരം സ്ഥാനം വേറെ, അതുപോലെ തന്നെ മദീനത്തെ പള്ളി പോലത്തെ പള്ളിയാണ് നമ്മുടെ നാട്ടിലുള്ള പള്ളി എന്ന് പറയൽ. അങ്ങനെ പ്രവാചകൻ്റെ കാലത്തുണ്ടായ പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ മറച്ചു വെച്ച് മാറ്റി വെച്ചിട്ട് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരിലേക്ക് അതിനെ ആവാഹിച്ചിട്ട് അതിൽ ആ രൂപത്തിലുള്ള വിശ്വാസമാക്കിയിട്ട് മാറ്റിയിട്ട് അതുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനെ വാദപ്രതിവാദം നടത്താൻ ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നുള്ളത്. ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്ന മുസ്ലിം നാമധാരികളെ എല്ലാ പണ്ഡിത നേതൃത്വങ്ങളും ആളുകളും എല്ലാ വിഭാഗങ്ങളും എന്തുകൊണ്ട് ഇവരൊന്നും ഈ പ്രവാചകനെയോ അല്ല പത്നിമാരെയോ അല്ലെങ്കിൽ അള്ളാനെ സ്വന്തം മുസ്ലിം സമുദായത്തിൻ്റെ നാമം വെച്ചിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹ് പൊട്ടലെന്നും അള്ളാഹ്ക്ക് അറബി അറിയില്ല എന്നും അള്ളാഹ്ക്ക് ഖുർആൻ അറിയില്ല എന്നും അള്ളാഹ് ബഗിഡനെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ പോലും ഒരു ഖമ എന്നൊരു വാക്ക് പറയാൻ ഈമാൻ ഇവർക്കില്ലെങ്കിൽ ഇവർ എന്ത് നോളജ് സൃഷ്ടിയായിരുന്നത് പ്രയോജനം? എന്ത് പുരോഗതി ഉണ്ടാക്കിയിരുന്നത് ഫലം? എന്ത് ആളിവരെ ബേക്കലുണ്ടായിരുന്നത് പ്രയോജനം? എവിടെ സഹോദരന്മാർ ഇവരൊക്കെ ഈമാന് ഇത്രത്തോളം പറയുമ്പോൾ പോലും മറുപടി ഒരു വാക്ക് അരുത് എന്ന് പറയാനുള്ള ഈമാനോ അല്ലെങ്കിൽ ധൈര്യം ഇവർക്കില്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വാസത്തിനെ നമ്മളോട് കൊണ്ടുവരുന്നത്? എന്താണ് ഇവിടെ ഈ സമാധാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഏതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നുള്ളത്? ഇവർ ഏതിനാണ് ശബ്ദിക്കാറ്? അപ്പം ഇവർക്കെന്ന് വെച്ചെങ്കിൽ ഈ സമുദായത്തിനെ അവഹേളിക്കുന്നതും ഈ സമുദായത്തിൻ്റെ പരിഹാസങ്ങളും സമുദായത്തിനെ ആക്രമിക്കുന്നതൊക്കെ ഇവർക്ക് കിട്ടുന്നില്ല. ഇവർക്കിതൊരു വേദനയായിട്ട് വരുന്നില്ല. ഇതൊക്കെ നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇതിനെ കണ്ടിട്ട് ഇതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് പോലും നമ്മളെ പണ്ടേ നേതൃത്വങ്ങൾ അനങ്ങുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ആ അനക്കാത്തതിൻ്റെ പ്രത്യാഘാതം തന്നെയാണ് ഇവർക്കൊക്കെ ഇത് വരുന്നുള്ളത്. നമ്മൾ ചെറിയ കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം തന്നെ അതിനെ പ്രതിഷേധിക്കുകയാണെങ്കിലോ ശരിക്കും പിന്നെ ആർക്കും ധൈര്യം ഉണ്ടോ? എന്തുകൊണ്ട് ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഇവരൊന്നും പറയാത്തത്? എന്തുകൊണ്ട് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ മുസ്ലിംസിനെ മാത്രമേ ആക്ഷേപിക്കുന്നുള്ളത്? അവരെ നമ്മൾ നടപടിയെടുക്കാൻ വേണ്ടി ഈ പണ്ഡിത നേതൃത്വത്തിന് മിണ്ടാൻ പറ്റൂലേ? എന്തിനാണ് ഇവർ മിണ്ടുന്നുള്ളത്? വെറും ഇവിടെ മനുഷ്യ ഈ ലോകത്തിൽ പ്രസക്തി കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണല്ലോ ചെയ്യുന്നുള്ളത്. ഞാൻ വലുത്, എൻ്റെ സംഘടന വലുത്, അതാണല്ലോ പറയുന്നത്. നോളജ് സിറ്റി നോക്ക്, മദീനപ്പള്ളിനേക്കാളും ഭയങ്കരമാണ് മദീനപ്പള്ളി കണക്കെ തന്നെ പള്ളിയെന്ന്. അള്ളാഹിൻ്റെ റസൂലിനെ കണക്കത്തെ ആൾ തന്നെ റസൂലാന്ന്, അള്ളാഹിൻ്റെ കണക്കത്തെ തന്നെ ആളാന്ന് പണിയെടുക്കുന്നുള്ളൂ ഇവിടെ മനുഷ്യന്മാരൊക്കെ. അങ്ങനെ എത്തിയിട്ട് നിൽക്കുന്ന നമുക്ക് ഇതെല്ലാം അള്ളാഹു താൻ്റെ ശിക്ഷ ഇറങ്ങുന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയും കൂടെ നമ്മളെ പണ്ഡിത നേതൃത്വം നാവടക്കി നിൽക്കരുത്, കുറച്ചും കൂടെ പറയണം. നിങ്ങൾ വെറും വസ്ത്രധാരികളായി നടന്നത് കൊണ്ടൊന്നും, നിങ്ങൾ ഈ സമുദായത്തിനെ സേവിക്കുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾ ഈമാൻ പൂർത്തിയാവില്ല. ഇവിടെയാണ് മുണ്ടേണ്ടത്. നിങ്ങൾ പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് കമായൊന്നൊരു വാക്കുവരെ ധൈര്യം വരാത്തത്? എന്തുകൊണ്ട് വരാത്തത്? ഒരു ഒറ്റപ്പെട്ട ഒരു വ്യക്തിക്ക് ചിലപ്പം ഞാൻ ഒറ്റക്കല്ലേ എന്നുള്ളത് തോന്നിച്ച പോലും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാനോ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ. നിങ്ങൾക്ക് ലക്ഷക്കണക്കിനില്ലേ ഈ പണ്ഡിത നേതൃത്വത്തിൻ്റെ പിന്നിൽ അണികൾ. എന്തുകൊണ്ട് നിങ്ങളിന്ന് പ്രതിഷേധിക്കുന്നില്ല? അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാർ ഇങ്ങനെയൊക്കെ നാടകം ഉണ്ടാക്കുന്നുള്ളതും ഇങ്ങനെയൊക്കെ നിങ്ങളെ പരിഹസിക്കുന്നതും. ഇതിൻ്റെ കാരണക്കാർ നിങ്ങളെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രവാചകൻ്റെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പം ഇതിനെപ്പോലും പരിഹസിക്കുന്നതും ഇതിനെപ്പോലും തള്ളിപ്പറയുന്നു. ഇവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യൂസ് കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന പറയുന്ന ഒരു കാര്യങ്ങൾ വരെയുണ്ട്. അതൊന്നും ഇപ്പോൾ എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഇതന്നെ പറയുന്നത് പറയേണ്ട സാഹചര്യം അതിൻ്റെ പറയുന്നത്. അതിൻ്റെ സാഹചര്യത്തിന് പറയുമ്പോൾ ഇത് പറ്റുള്ളൂ. ഇത് മനസ്സിലായില്ലേ? ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തൊക്കെ മനസ്സിലാവും ഈ പ്രവാചകനെ ഏതെല്ലാം രൂപത്തിൽ പരിഹസിക്കുന്നുണ്ട്. എന്തിന് പണ്ഡിതന്മാരെ പോലും എന്തെല്ലാം രൂപത്തിൽ പരിഹസിക്കുന്നുണ്ട്. എന്നിട്ട് ഖമ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഇവർ തല്ലാക്കുന്ന ഇപ്പോൾ അടിപിടിയാക്കുന്നത് മകാമ് പോകണോ, അവിടെ പോകണോ, ആ കറാമത്ത് അങ്ങനെയോ, അല്ലെങ്കിൽ കപ്പൽ നിർത്തിനോ, അല്ലെങ്കിൽ കോഴിനെ പറപ്പിച്ചിനോ, അല്ലെങ്കിൽ ആടിനെ പറപ്പിച്ചിനോ, അല്ലെങ്കിൽ പശുവിൻ്റെ ഗർഭമെടുത്തിനോ. ഇതാണ് ഇന്ന്. ഓൻ വലുത്, ജോൻ വലുത്, ഞാൻ വലുത്, നിങ്ങൾ ഒന്നുമല്ലാതെ ആയിട്ട് മാറിയില്ല ഇങ്ങനെ പോകുകയാണെങ്കിൽ. അതുകൊണ്ട് ഇത്തിരി പറഞ്ഞുകൂടി ഞാൻ നിർത്തുന്നത്.
അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും ഹിദായത്തിലൊക്കെ ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ക്ഷമിക്കണം. ഞാനിത് പറയാൻ കാരണം പറയേണ്ട സമയത്ത് പറഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം നമ്മളെ പണ്ഡിതരുടെ നാവ് വേണുത്തരത്ത് ഉപയോഗിക്കുന്നില്ല. തമ്മിൽ ഞാൻ വലുത് എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചിട്ട് നിങ്ങൾ നാവ് ഉപയോഗിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ പരിഹാസമെന്ന് എനിക്ക് പണ്ഡിതത്തോട് പറയാനുണ്ട്. എന്നോട് തെറ്റുണ്ടെന്ന് ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അല്ലാഹു തആല നമ്മളെല്ലാവരും നേർവഴിയിലാക്കട്ടെ, ഹിദായത്തിലാക്കട്ടെ, വിജയത്തിലാക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.